ഞാൻ ഒരു നമ്മുടെ ഒളരി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കണ്ടേങ്കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷേത്രം കൂടി ഉണ്ട്. അതുകൊണ്ട് ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ആരാധനാലയങ്ങൾ ഇതോടൊപ്പം തന്നെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു രീതിയിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും വേറെ ആഡ് ചെയ്യുമ്പോൾ നമുക്കതിന് വേറെ പ്രത്യേകിച്ച് പൈസ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വിചാരിച്ചൊന്ന് ഇവിടെ വന്നിട്ട് അതും കൂടി ഒന്ന് കാണിക്കാം. അത് നേരെ മുന്നിൽ ഫേസ് ടു ഫേസ് കിട്ടുന്ന ഒരു ക്ഷേത്രമാണ്. നല്ല വളരിക്കര ദേവസ്ഥത്തിൻ്റെയാണ് കണ്ടേങ്കാവ് ക്ഷേത്രം. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആണ് കണ്ടേങ്കാവ് ക്ഷേത്രം. ഇത് ഈ പറഞ്ഞ മാതിരി രാവിലെ തുറന്നു കഴിഞ്ഞാൽ ഒരു 11 മണി വരെയൊക്കെ ഉണ്ടാവും. ഇന്ന് ഞാൻ ഒരു കാര്യം ക്ഷേത്രങ്ങളുടെ മുന്നിൽ വെച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെയിനായിട്ട് പറയണമെങ്കിൽ കർമ്മ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. നമ്മൾ കർമ്മ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ബേസ് ചെയ്തിട്ടിരിക്കും. പലരെയും പല കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അതിനൊരു കഥയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ മഹാഭാരത യുദ്ധത്തിൽ ശരിക്കും നമ്മുടെ അഭിമന്യു മരണത്തിനോട് മല്ലടിച്ച് കിടക്കുന്ന നേരം അമ്പ് കൊണ്ടിട്ട് ആ നേരത്ത് കർണനോട് പറയുകയാണ്, എനിക്ക് കർണൻ്റെ തേരിൻ്റെ അടുത്തൊരു കുഴി ഉണ്ടായിരുന്നു, ആ കുഴിയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് തരാൻ. അപ്പോൾ കർണൻ എന്ന് വെച്ചാൽ വളരെ സത്യസന്ധന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കഥാപാത്രമാണ് കർണന് പല കാര്യങ്ങളെ കൊണ്ട് അത് മാനസികമായിട്ട് യോജിക്കാൻ പറ്റാത്ത, മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു വിചാരിച്ച് കർണൻ അത് എടുത്തു കൊടുത്തില്ല. പക്ഷേ അഭിമന്യു മരിക്കുകയും ചെയ്തു. പക്ഷേ കർണൻ പിന്നെ തേര് തെളിച്ചു വരുമ്പോൾ കർണൻ്റെ തേര് ആ കുഴിയിലാണ് വീണത്. ആ കുഴിയിൽ വീണ് ആ കുഴിയിൽ നിന്ന് കർണൻ തേരിൻ്റെ ചക്രം പിടിച്ച് തിരിക്കുമ്പോഴാണ് അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ട് അമ്പെയ്ത് കർണനെ കൊല്ലുന്നത്. അപ്പോൾ നമ്മൾ കർമ്മ എന്ന് പറയുന്നത് വളരെ വലിയൊരു സംഭവമാണ്. നമ്മൾ വിചാരിക്കും നമ്മളൊരാൾക്ക് പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കും കുഴപ്പം രക്ഷപ്പെട്ടു എന്ന്. പക്ഷേ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടില്ല കേട്ടോ, ഉറപ്പാണ്. അത് 100% ഉറപ്പാണ്. അപ്പോൾ എന്താ കാരണം വെച്ചാൽ ദൈവത്തിനൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ നല്ല പേജുകൾ ധാരാളമുണ്ട്. ആ പേജുകളിൽ നല്ല കാര്യങ്ങൾ കൂടുന്തോറും നമ്മളുടെ ഐശ്വര്യവും സന്തോഷവും സമാധാനവും എല്ലാം വർദ്ധിക്കും. അത് നമ്മളിൽ നിന്ന് അദൃശ്യമായൊരു ശക്തിയുണ്ട്. വിശ്വസിക്കുക. മതവും ജാതിയും ഒന്നും നോക്കണ്ട. വിശ്വാസം, എല്ലാവരും അവരുടേതായ വിശ്വാസം കൊണ്ട് നടക്കട്ടെ. അതിനാരും എതിർക്കാനും ഒന്നും പോട്ട. നന്ദി, നമസ്കാരം.